ഹലോ എവരിവൺ. ജീവിതത്തില് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി അല്ലെങ്കിൽ പാളിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെ ഇപ്പോഴും വല്ലാതെ ഹോണ്ട് ചെയ്യുക അല്ലെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ഇത് ഏറ്റവും പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സ്ത്രീകളിലാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ ഓരോ സ്വഭാവ സവിശേഷതകളും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തില് അവരുടെ ആ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയില് ലൈഫ് ചോയ്സസ്, ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ തെറ്റിപ്പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു അവസ്ഥയെ സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ആ തീരുമാനങ്ങൾ പാളിപ്പോയ ആ വിധിയെ ഓർത്ത് പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ ജീവിതകാലം മുഴുവൻ നിലനിന്ന് പോകാനോ അല്ല, മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാണ് എങ്കിൽ അവര് പോലും അറിയാതെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഒന്ന് തിരിച്ചറിയാന്, ഒന്ന് പുനർവിചിന്തനം ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പുതിയ പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്ത് അതിൽ വിജയിക്കാനും. ഇനിയും പുരുഷന്മാരെ സംബന്ധിച്ചാണ് എങ്കിൽ തങ്ങളുടെ ഭാര്യമാര് അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് അത് തിരിച്ചറിയാനും അവരോടൊരു സഹാനുഭൂതിയോടെ പെരുമാറാനും ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനും ജീവിതത്തിൽ വിജയിക്കാൻ അവർക്ക് ഒരു താങ്ങ് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുമ്പോൾ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക്, ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് അവർ പോകുന്നത് ഒഴിവാക്കാനും നല്ല ഒരു സന്തോഷകരമായ ജീവിതം അതെല്ലാ അർത്ഥത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കാനായിട്ട് ഇന്നത്തെ ഈ വീഡിയോ ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റിപ്പോയാൽ ആ ഒരു വേദന നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. എപ്പോഴും ആ ഒരു റിഗ്രറ്റ്, ഒരു പശ്ചാത്താപം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പശ്ചാത്താപം എന്ന് പറയുന്നത് ഒരു നിശബ്ദ ഭാരമാണ്. അതെപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ അത് സാരമായി ബാധിക്കും. ഇങ്ങനെ ലൈഫ് ചോയ്സസിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ചില പ്രത്യേക മേഖലകളിൽ അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ലൈഫിന്റെ ഒരു ചോയ്സിൽ പാളിച്ച പറ്റിയാൽ അവർ വേറെ ഏതെങ്കിലും മേഖലയിൽ, അത് ചിലപ്പോൾ വീട്ടുജോലിയുടെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി, അല്ലെങ്കിൽ പൊതുവായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന കാര്യത്തിലേക്ക് ഓവറായിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് അവർക്ക് ആ ഒരു മേഖലയിൽ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉപബോധ മനസ്സ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസരം അല്ലെങ്കിൽ തെറ്റിപ്പോയ ആ ഒരു തീരുമാനത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് സമയം ചെലവഴിക്കാനോ അതിനുവേണ്ടി ഒരുപാട് അങ്ങ് അധ്വാനിക്കാനായിട്ടും അത് അവരെ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു പരിധി വരെയും ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യാനൊക്കെ സഹായിക്കുമെങ്കിലും എപ്പോഴും ഉള്ളിൽ ആ ഒരു പശ്ചാത്താപം കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനോ അല്ലെ സന്തോഷത്തോടെ ചെയ്യാനായിട്ടോ സാധിക്കാറില്ല. മറ്റൊരു പ്രത്യേകതയാണ് ചില വിഷയങ്ങൾ, അതായത് പ്രത്യേകിച്ചും എന്ത് കാര്യത്തിലാണോ അവർക്ക് പാളിച്ച പറ്റിയത് ആ ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം. ഉദാഹരണത്തിന് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും സാഹചര്യങ്ങൾ കൊണ്ട് ആ ജോലിക്ക് പോകാൻ കഴിയാതെ അല്ലെ അത് വേണ്ട എന്നൊരു തീരുമാനം എടുത്ത വ്യക്തിയാണ് എങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പഠിത്തത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിയെ കുറിച്ചോ ഒക്കെ മറ്റാരെങ്കിലും ഒക്കെ, അത് കുടുംബത്തിലുള്ളവരോ ഫ്രണ്ട്സോ ഒക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് അവർ മാറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംസാര വിഷയത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും വിഷയത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും ഈ സ്വഭാവ സവിശേഷതകൾ ഉള്ള സ്ത്രീകൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിഷമത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മറക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു വിഷയം സംസാരിക്കാതിരുന്നാലോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാലോ ഉള്ളിൽ കിടക്കുന്ന വേദന അല്ലെ ആ ഒരു പശ്ചാത്താപം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനായിട്ടുള്ള ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം പാളിപ്പോകുന്ന സ്ത്രീകളും ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് ശരിയായി എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് കൂടുതൽ അവർ ഇൻട്രോവേർട്ടായിട്ട്, അന്തർമുഖരായിട്ട് മാറുക, അല്ലായെങ്കിൽ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന കുറച്ച് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് കൊണ്ടുള്ള ഒരു സ്വഭാവം. ചിലപ്പോൾ അവർ അതിനൊക്കെ മുമ്പ് എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപെട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് എങ്കിൽ ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചറിയാം പിന്നീടുള്ള അവരുടെ ഒരു സ്വഭാവത്തിൽ തീരുമാനം തെറ്റിപ്പോയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ അന്തർമുഖരായിട്ട് മാറുന്നത്.
അമിതമായ നൊസ്റ്റാൾജിയ. നമുക്കൊക്കെ നമ്മുടെ പഴയ നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. നമുക്കത് മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. എന്നാൽ എപ്പോഴും പഴയ കാലങ്ങളിൽ ഭൂതകാലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പഴയ കാലത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ, അല്ലെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ തീരുമാനത്തിൽ, ജീവിതത്തിൽ എടുത്ത എന്തോ ഒരു പ്രധാന തീരുമാനത്തിൽ അവർക്ക് ഒരുപാട് വിഷമം ഇപ്പോഴും അവരതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ഒരിക്കൽ എടുത്തു പോയ തീരുമാനം പാളിപ്പോയത് കൊണ്ട് തന്നെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ പകച്ചു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പഴയ കാലത്ത് തനിക്ക് പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഭയമാണ്. അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലുള്ള സ്ത്രീകൾ കാണിക്കുന്ന മറ്റൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ഉൾവലിഞ്ഞ ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒന്നും തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കാതെ വരികയാണ്. എപ്പോഴും ഉൾവലിഞ്ഞ ഒരു സ്വഭാവം. അതോടൊപ്പം തന്നെ എപ്പോഴും സ്വയം വിമർശിക്കുക, സെൽഫ് ക്രിറ്റിസിസം ഒരുപാട് വർദ്ധിക്കുകയാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല, ചെയ്യുന്നതെല്ലാം പരാജയമാണ്, എന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരാജയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഏതോ ഒരു തീരുമാനത്തെ ഓർത്ത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആകുലപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ചുള്ള വേദനകള്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളെ കുറിച്ചുള്ള ആ ഒരു വിഷമം, ഇതൊക്കെ നമ്മളെ എപ്പോഴും അലട്ടുന്ന കാര്യമാണ്. ഈ ഒരു പശ്ചാത്താപം അല്ലെ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുമ്പോൾ ഇതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള വഴികൾ തിരഞ്ഞെടുക്കാം. ഒന്ന്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ അവസരത്തെ ഓർത്ത് അതിൽ വേദനിച്ച് നമ്മൾ ആ മനസ്സാകെ അസ്വസ്ഥമായി മുമ്പോട്ടുള്ള ജീവിതത്തെ അത് വല്ലാതെ അലട്ടി ഡിപ്രഷനും അല്ലെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും നമ്മുടെ തന്നെ സന്തോഷത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അടുത്ത വഴി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പാളിച്ച ജീവിതത്തിൽ പറ്റിയെങ്കിൽ ഈ ഒരു പശ്ചാത്താപം അല്ലെ റിഗ്രറ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ നല്ല നല്ല പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു വഴിയാണ്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാളിച്ചകൾ ജീവിതത്തിൽ പറ്റാതെ വിവേകപൂർവമായിട്ടുള്ള തീരുമാനങ്ങളും എന്റെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാനായിട്ടും എനിക്കുള്ള ഒരു വാണിംഗ് ആണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നഷ്ടപ്പെട്ട അവസരങ്ങളോ കഴിഞ്ഞ കാലങ്ങളോ ഒന്നും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും മുമ്പോട്ട് മാത്രം നോക്കി ജീവിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനും സന്തോഷം കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.